ഹെൽത്തി ഡയറ്റ് നോക്കണമായിരിക്കും. അതേപോലെ നമ്മളുടെ മസിലളിയന്മാരില്ലേ, ജിമ്മന്മാർ, അവന്മാർക്കൊക്കെ പറ്റിയത് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ട് അങ്ങനെ ചൂടാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ഇതേപോലെ തന്നെ അരിയണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് അരിഞ്ഞെടുത്തിരിക്കുന്ന ക്യാരറ്റ് ഇട്ടിട്ട് ജസ്റ്റ് അതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ കാരണം കുറച്ച് നീളത്തിൽ അരിഞ്ഞ ക്യാബേജും കൂടെ വേണം. എന്തായാലും മറ്റേ നല്ല നീളത്തിലല്ലേ നമ്മൾ അരിഞ്ഞിരിക്കുന്നത്, അതും കൂടെ ചേർത്തിട്ട് പിന്നെ നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും ഉണ്ടല്ലോ അങ്ങോട്ട് വാടി കുഴഞ്ഞൊരു കുഴ പാകമൊന്നും ആവുമെന്ന് വേണ്ടിട്ടാ. അതിന് മുന്നായിട്ട് തന്നെ നമ്മളുടെ ഈ ഒരു ക്യാരറ്റിനും ക്യാബേജിനും കൂടെ വേണ്ട ഉപ്പും കുരുമുളകിൻ്റെ പൊടിയോടെ ചേർത്തോളൂ കേട്ടോ. ഇനി ഉണ്ടല്ലോ ഇതിന് 2 പോർഷനായിട്ട് നമുക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാം. എന്നിട്ട് രണ്ടിൻ്റെ മൊത്തം നടുക്കേ ഒരു കുഞ്ഞു കുഴു പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് മൊസറല്ല ചീസ് ആട്ടാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഓരോ കോഴിമുട്ടയും കൂടെ അങ്ങോട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുണ്ടല്ലോ മൊസറല്ല ചീസിന് പകരമായിട്ട് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏത് ചീസോടും ചേർത്തോളൂ കേട്ടോ. ഇനി നമ്മളുടെ ഈ ഒരു മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കുരുമുളകിൻ്റെ പൊടിയോടെ ചേർത്തിട്ട് ഇനി അങ്ങോട്ട് അടച്ച് വെച്ചിട്ട് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മുട്ട അങ്ങോട്ട് വേവിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. ഇനി നല്ല ചൂടോടുകൂടി തന്നെ നല്ല ഒരു ഗ്ലാസ് ഓറഞ്ച് ഫ്രഷ് ജ്യൂസിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് നല്ല ചൂടോടുകൂടി തന്നെ അങ്ങോട്ട് കഴിച്ചാൽ സൂപ്പറാണ്. ആ ഒരു പൊറോട്ട, ബീഫ്, ആട് ബിരിയാണി ആ വക സാധനങ്ങൾ കഴിക്കുന്ന ആ ഒരു ലാഘവത്തോടെ ഇത് കഴിക്കാമെന്നൊന്നും ആരും വിചാരിക്കൊന്നും വേണ്ടട്ടാ. അതിന് വേറെ ടേസ്റ്റ്, ഇതിന് വേറെ ടേസ്റ്റ് അറിയാലോ. പിന്നെ നമുക്ക് ഹെൽത്തി വൈസ് ആയിട്ടുള്ള ഫുഡൊക്കെയാണ് കഴിക്കണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ നല്ലതായിരിക്കും.